നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നുവെന്നാണ് കണക്കുകൾ. അതോടൊപ്പം തന്നെ പ്രമേഹ പൂർവ്വ അവസ്ഥയിലുള്ളവരുടെ എണ്ണവും കൂടുന്നു. പ്രമേഹത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ സുപ്രധാനമാണ് മാനസിക സമ്മർദ്ദം. അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന മനുഷ്യരിൽ പ്രമേഹ സാധ്യത കൂടുതലാണ്. പ്രമേഹം ഉള്ളവരാണെങ്കിൽ അമിതമായ സ്ട്രെസ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില ഉയർത്തും. അമിത മാനസിക സമ്മർദ്ദം എത്തരത്തിലാണ് പ്രമേഹ സാധ്യത ഉയർത്തുന്നതെന്നും എങ്ങനെ നിയന്ത്രിക്കാമെന്നുമാണ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം പ്രമേഹ രോഗ വിദഗ്ധരായ തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ കാർത്തിക് വിജയകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ നെവിൻ S, തിരുവനന്തപുരം GG ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ടോണി P ജോസഫ് എന്നിവർ ചേരുന്നു. എല്ലാ ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ കാർത്തിക്, നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും അസ്വസ്ഥതകൾക്കും അതൊന്ന് ചികിത്സിക്കാനും കാണിക്കുന്ന ഗൗരവം മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് കാണിക്കാറില്ല. പലരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായ സമ്മർദ്ദവും അനുഭവിച്ച് ജീവിക്കുന്നവരാണ്, ചെറിയ പ്രായം മുതൽ മുതിർന്നവർ വരെ. ഡോക്ടർ, എത്തരത്തിലാണ് മനസ്സിൻ്റെ അനാരോഗ്യം ശരീരത്തിൻ്റെ പൊതുവെയുള്ള സന്തുലിതാവസ്ഥയും ആരോഗ്യത്തെയും ബാധിക്കുന്നത്? സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം നമ്മുടെ ശരീരത്തെ വലിയൊരു തരത്തിൽ ബാധിക്കുന്നതിന് പുറമെ അതിന് മാനസികമായും സാമൂഹികപരമായിട്ടുള്ള ഇമ്പാക്റ്റും ഉണ്ട്. എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തെയും സ്ട്രെസ്സിനെ ബാധിക്കാനുള്ള കെൽപ്പുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ്സ് എല്ലാവരിലും വരുന്നുണ്ട്. സ്ട്രെസ്സിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ പല ഹോർമോൺ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. രണ്ട് പ്രധാന ഹോർമോണുകളെയാണ് നാം സ്ട്രെസ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഒന്ന് കോർട്ടിസോളും, രണ്ട് അഡ്രിനാലിൻ. ഇവ രണ്ടും നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഹോർമോണാണ്. കാരണം ഇതുണ്ടെങ്കിൽ മാത്രമേ സ്ട്രെസ്സിനെ നമുക്ക് അതിജീവിക്കാൻ, കാരണം സ്ട്രെസ്സിൻ്റെ സമയത്ത് നമുക്ക് കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കേണ്ടി വരും, കൂടുതൽ ഊർജ്ജസ്വലരാകേണ്ടി വരും. അതൊക്കെ പലപ്പോഴും താൽക്കാലികമായിട്ടുള്ള ഒരു ഫിനോമിനയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എല്ലാ നേരവും ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലോ ഇത്തരത്തിലുള്ള ഹോർമോൺ ചെറിയൊരു കാലയളവിൽ നമുക്ക് ശരീരത്തിൽ ഗുണകരമായി വന്നേക്കാമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ ഹോർമോണുകളുടെ കൂടുതലായിരിക്കുന്ന അവസ്ഥ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന്, ഇത് ഹൃദയത്തിലും രക്തക്കുഴലുകളിലും ഇതുണ്ടാക്കുന്ന മാറ്റം. ഹൃദയത്തിന് കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നു, ഹൃദയത്തിൻ്റെ ഓക്സിജൻ ആവശ്യകത കൂടുന്നു, കൂടുതൽ സ്പീഡിൽ അല്ലെങ്കിൽ കൂടുതൽ വേഗത്തിൽ ഇടിക്കേണ്ടി വരുന്നു, രക്തസമ്മർദ്ദം വരുന്നു. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ നമ്മുടെ മാനസിക സമ്മർദ്ദം കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനും അതോടൊപ്പം രക്താതി സമ്മർദ്ദത്തിലേക്ക് നയിക്കാനും ഇത് കാരണമാകും. രണ്ടാമത്, നമ്മുടെ ദഹന വ്യവസ്ഥയെ, നമ്മുടെ കൃത്യമായിട്ടുള്ള ദഹനത്തിന് തന്നെ ഇത് മോശമുണ്ടാക്കാനും ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറുവേദന, അതോടൊപ്പം മലബന്ധം, ഇതൊക്കെ തന്നെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് വിട്ടുമാറാത്ത തലവേദന. പലപ്പോഴും ആൾക്കാർ മൈഗ്രെയിൻ എന്ന തരത്തിൽ തന്നെ ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള തലവേദനകൾക്ക് ദീർഘകാലം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയും ചെറിയ രീതിയിൽ മാത്രമേ അതിൽ നിന്ന് മാറ്റം കിട്ടുകയും ചെയ്യുന്നുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് വിട്ടുമാറാതിരിക്കുന്ന അസ്ഥിവേദന, പേശി വലിവ്, ഇതെല്ലാം തന്നെ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് വരാവുന്നതാണ്. ഡോക്ടർ നെവിൻ, ഇപ്പോൾ ഡോക്ടർ കാർത്തിക് സൂചിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അമിതമായ മാനസിക സമ്മർദ്ദം ശരീരത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. ഒരു പ്രമേഹ രോഗ വിദഗ്ധൻ എന്ന നിലയിൽ എത്തരത്തിലാണ് അമിതമായ സ്ട്രെസ് പ്രമേഹത്തിലേക്ക് നയിക്കുന്നത്? നമുക്ക് പ്രമേഹത്തിനെ പറ്റി ആദ്യം പറയുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ അഥവാ പഞ്ചസാരയെ കോശങ്ങളിലോട്ട് അകത്തോട്ട് വലിച്ചു കയറാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ അഥവാ ഉൽപ്പാദനം കുറയ്ക്കുകയും ഇൻസുലിൻ എന്ന ഹോർമോൺ ഇൻസുലിൻ റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ പ്രവർത്തനം തടയുകയും ഉണ്ടാകുന്നു ഈ സ്ട്രെസ്സ് അമിതമായി വരുമ്പോൾ. ഇതിന് പുറമെ ഇത് കൂടാതെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ജീവിതശൈലി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതെന്തൊക്കെയാണ്? നമുക്ക് അമിതമായി സ്ട്രെസ് ഈറ്റിംഗ് അഥവാ അമിതമായിട്ടുള്ള ഫുഡ്, ആഹാരം കഴിക്കാനുള്ള തോന്നൽ, അത് പലപ്പോഴും ജങ്ക് ഫുഡ്, കോള പാനീയങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ചിലപ്പോൾ ആൽക്കഹോൾ, മദ്യം. അപ്പോൾ ഇതിലോട്ടെല്ലാമുള്ള നമ്മുടെ താല്പര്യം അത് സ്ട്രെസ്സ് കൂട്ടുന്നു. ഇത് കൂടാതെ നമ്മുടെ ഉറക്കം വല്ലാണ്ട് കുറയുന്നു സ്ട്രെസ്സ് കാരണം. ഈ ഉറക്കം കുറയുകയും ഈ ഫുഡിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഉണർവ് കുറയ്ക്കുന്നു.
അപ്പം ഇതിൻ്റെ എല്ലാം ഒരു കമ്പൈൻഡ് ഇഫക്റ്റായിട്ട് നമുക്ക് കാലക്രമേണ സ്ട്രെസ്സ് അമിതമായി ഉള്ളവർക്ക് പ്രമേഹം വർദ്ധിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുകയും കാലക്രമേണ സ്ട്രെസ്സ് തുടർന്നാൽ അത് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ആയി അഥവാ പ്രമേഹമായി മാറുകയും ചെയ്യും. ഡോക്ടർ ടോണി, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അനുഭവിക്കാത്ത മനുഷ്യരില്ല. അപ്പോൾ അതിന് പ്രായഭേദം പോലുമില്ല. ചെറിയ കുട്ടികൾ പോലും അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന മനുഷ്യർക്ക് പ്രമേഹ രോഗം വരാം എന്നുള്ള അറിവ് പലർക്കും ഉണ്ടാവില്ല. എങ്ങനെയാണ് നമുക്കൊന്ന് വിശദമാക്കാം? സ്ട്രെസ്സ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ട്രെസ് സമയത്ത് പല ഹോർമോണുകളും നമ്മുടെ ശരീരത്തിൽ കൂടുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി കൂടുന്നു. അപ്പോൾ ഇതൊക്കെ പ്രമേഹം എന്ന അവസ്ഥയ്ക്ക് ഉപരിയായിട്ട് മറ്റ് പല ജീവിതശൈലി രോഗങ്ങളിലോട്ടും നയിക്കുന്നു. നമ്മൾ സ്ട്രെസ്സ് കൂടുന്നത് കൊണ്ട് നമ്മൾ വണ്ണം കൂടുക, പ്രത്യേകിച്ച് ഈ അരയ്ക്ക് ചുറ്റുമുള്ള വണ്ണം, അതായത് അബ്ഡോമിനൽ ഒബീസിറ്റി, ഇത് മറ്റുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതേപോലെ ഹൃദ്രോഗം കൂടുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്ട്രെസ്സ് കാരണം കൂടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഡയബറ്റീസ് മാനേജ്മെൻറ്റിൽ നോക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. ഡയറ്റ്, എക്സസൈസ്, മെഡിറ്റേഷന്, അതേപോലെ ഫാമിലി സപ്പോർട്ട്, നല്ല ഉറക്കം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഹെൽപ്ഫുള്ളാണ്. ഡോക്ടർ കാർത്തിക്, ഇപ്പോൾ നമ്മൾ പ്രമേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പ്രമേഹം തിരിച്ചറിയുന്നവരേക്കാൾ പ്രമേഹ പൂർവ്വ അവസ്ഥയിലുള്ള പ്രീ ഡയബറ്റിസ് സ്റ്റേജിലുള്ള ആളുകളുടെ എണ്ണം അത്ര തന്നെ നമ്മുടെ സമൂഹത്തിൽ കൂടുതലാണ്. അക്കൂട്ടത്തിൽ വളരെ ചെറിയ പ്രായം മുതൽ 20കളിലും 30കളിലുമുള്ള യങ്സ്റ്റേഴ്സിന് ഈ പ്രീ ഡയബറ്റിസ് സ്റ്റേജിലുള്ള ഒത്തിരി പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും അവരെ തിരിച്ചറിയാറ് പോലുമില്ല. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജീവിതശൈലി രോഗമായ പ്രമേഹത്തിന് ഏറ്റവും സാധ്യത കൂടുതലുള്ള ഇപ്പോഴത്തെ യുവാക്കളുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം, നമ്മൾ ഈ സൂചിപ്പിച്ച അമിത മാനസിക സമ്മർദ്ദം പലപ്പോഴും ഉറക്കക്കുറവിലും ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിച്ചേക്കാം. ഡോക്ടറെ, അപ്പോൾ പ്രീ ഡയബറ്റിസ് സ്റ്റേജിനെ കുറിച്ചൊന്ന്, ആ അവസ്ഥയെക്കുറിച്ചൊന്ന് പറയാം. അതിലേക്ക് എത്തരത്തിലാണ് സ്ട്രെസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈ പ്രമേഹം മാത്രമല്ല, പ്രമേഹത്തിനോട് അനുബന്ധമായിട്ടുള്ള മറ്റ് ജീവിതശൈലി, നമുക്ക് വേണമെങ്കിൽ ഒരു അമ്മ പെറ്റ മക്കളെന്ന് പറയാം. ഈ പ്രമേഹത്തോടൊപ്പം തന്നെ വരുന്ന രക്താതി സമ്മർദ്ദവും, നമ്മുടെ ബ്ലഡിലെ കൊഴുപ്പിൻ്റെ അളവ്, കൊളസ്ട്രോൾ കൂടുന്നതും, അതോടൊപ്പം തന്നെ കരളിൽ കൊഴുപ്പടിയുന്നത്, ഫാറ്റി ലിവറും, ഉറങ്ങുമ്പോൾ കൂർക്കമ്പലിയായിട്ട് ബന്ധം വരുന്ന സ്ലീപ്പ് ആപ്നിയ, ഇതെല്ലാം തന്നെ ഇത്തരം സ്ട്രെസ്സ് കൂടുതലായിട്ട് അനുഭവിക്കുന്ന രോഗികളിൽ ഒരുമിച്ച് കണ്ടുവരുന്ന രോഗങ്ങളാണ്. മാനസിക സമ്മർദ്ദം നമുക്ക് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ശാരീരികമായിട്ടും മാനസികമായും സാമൂഹികപരമായിട്ടുമുള്ള കാര്യങ്ങളിലൂടെ സ്ട്രെസ്സിനെ നമുക്കൊരു പരിധിവരെ കുറച്ചെടുക്കാൻ സാധിക്കും. അരമണിക്കൂറിൽ കുറയാതെയുള്ള ഒരു വ്യായാമം, അത് നിങ്ങൾ ആസ്വദിക്കുന്ന എന്തുമാവട്ടെ, വേഗത്തിലുള്ള നടത്തമോ നീന്തലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്പോർട്സിന് പോകുന്നതോ, ഷട്ടിൽ പോലുള്ള സ്പോർട്സ് കളിക്കാൻ പോകുന്നതോ, നീന്തലോ, എന്ത് വേണമെങ്കിലും ആവട്ടെ, നൃത്തമോ, അത് കൃത്യമായി ചെയ്യുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിൽ എൻഡോർഫിൻസ് എന്ന് പറയുന്ന കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നിങ്ങളുടെ മൂഡിനെ മെച്ചപ്പെടുത്തുകയും നിങ്ങൾക്ക് മൊത്തത്തിലൊരു സന്തോഷം തരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ അത് സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തത് സമീകൃതമായിട്ടുള്ള ആഹാരമാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് മുഴുധാന്യങ്ങളും പച്ചക്കറികളും നട്ട്സും ഇതെല്ലാം ഉൾക്കൊള്ളിക്കുകയും ഒരു സമയവും നമ്മുടെ ഭക്ഷണം മുടക്കാതെ കൂടുതൽ നേരമായിട്ട്, എന്നാൽ ഒരു നേരം കൂടുതൽ ഭക്ഷണം കഴിക്കാതെ 3 പ്രധാന ഭക്ഷണവും അതിനോടൊപ്പം ഇടനേരങ്ങളിലെ ലഘുഭക്ഷണവും നമ്മൾ എടുക്കുക. അതോടൊപ്പം നമ്മൾ ജങ്ക് ഫുഡ് എന്ന് പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള ഈ പാക്കറ്റിലൊക്കെ റെഡി ടു ഈറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ, അതിപ്പോൾ ചിപ്സ്, വറ്റൽ, മുറുക്ക്, അത്തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ് നമുക്ക് കഴിവതും അവോയ്ഡ് ചെയ്യുകയും സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ നമ്മുടെ ഇൻടേക്ക് പരമാവധി നമ്മൾ കുറയ്ക്കുകയും ചെയ്യണം. അതോടൊപ്പം ഒരു നേരവും നമ്മുടെ മീൽസ് ഒഴിവാക്കാൻ പാടുള്ളതല്ല. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസ വ്യായാമങ്ങൾ, അഥവാ ബ്രീതിങ് എക്സസൈസ്, അതോടൊപ്പം മെഡിറ്റേഷൻ അഥവാ ധ്യാനം, ഇതൊക്കെയും നമ്മുടെ സ്ട്രെസ്സിനെ ഒരു ദിവസം 10 മുതൽ 15 മിനിറ്റ് വരെ ചെയ്യുകയാണെങ്കിൽ തന്നെ സ്ട്രെസ്സിനെ വളരെയധികം കുറയ്ക്കാൻ സഹായമാകുന്നു. സാമൂഹ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുമായും നമ്മുടെ കുടുംബക്കാരുമായിട്ടുമുള്ള ഒരു സംസാരം, അവരുമായി നമ്മുടെ പ്രയാസങ്ങൾ പങ്കുവയ്ക്കുക, ഇതൊക്കെ തന്നെയും നമ്മുടെ സ്ട്രെസ്സിനെ താഴ്ത്തി കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ സ്ട്രെസ്സ് നമ്മുടെ നിയന്ത്രണാതീതമായി പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ തേടുക തന്നെ വേണം. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി വളരെ വേഗം തിരിച്ചെത്താം. തുടരുന്നു.
അമിത മാനസിക സമ്മർദ്ദം എത്തരത്തിലാണ് പ്രമേഹ സാധ്യതയ്ക്ക് കാരണമാകുന്നതെന്നാണ് നമ്മൾ ഇന്ന് ഡോക്ടർമാരോട് ചോദിക്കുന്നത്. നമുക്കൊപ്പം പ്രമേഹ രോഗ വിദഗ്ധരായ തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ കാർത്തിക് വിജയകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ നെവിൻ S, തിരുവനന്തപുരം GG ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ടോണി P. ജോസഫ് എന്നിവരാണുള്ളത്. ഡോക്ടർ നെവിൻ, ഇപ്പോൾ പ്രമേഹ രോഗികൾ പലരും രോഗമുണ്ടെന്ന് തിരിച്ചറിയാൻ വൈകുകയോ അല്ലെങ്കിൽ കൃത്യമായ ചികിത്സ എടുക്കാത്തവരോ ആണ്. അതിനേക്കാൾ കൂടുതൽ ആളുകളാണ് പ്രമേഹ പൂർവ്വ അവസ്ഥയിലുള്ള പ്രീ ഡയബറ്റിസ് സ്റ്റേജിലുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് നമുക്കറിയാം. അതിൽ യുവാക്കളുടെ എണ്ണവും കൂടുതലാണ്. ഡോക്ടർ, എന്താണ് ഈ പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ? ഈ അവസ്ഥയിൽ തിരിച്ചറിയുകയാണെങ്കിൽ പ്രമേഹ രോഗം വരാതെ നിയന്ത്രിക്കാനാകുമോ? പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഡയബറ്റിക് അഥവാ പ്രമേഹ രോഗിയാണെന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ട്. അതായത് അയാളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അഥവാ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഉള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 126 അതിലധികമോ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമുള്ളത് 200 അധികമോ, അല്ലെങ്കിൽ HbA1c അത് 6.5% അധികമോ ആകുമ്പോഴാണ് അയാൾ ഡയബറ്റിക് അഥവാ പ്രമേഹ രോഗി ആണെന്ന് നമ്മൾ പറയുന്നത്. ഭക്ഷണത്തിന് മുന്നേ ഉള്ള ഷുഗറിൻ്റെ അളവ് 100-നും 126-നും ഇടയിൽ, ഭക്ഷണത്തിന് ശേഷമുള്ളത് 140-നും 200-നും ഇടയിൽ, HbA1c 5.7 മുതൽ 6.4 വരെയുള്ളവർക്കിലാണ് നമ്മൾ പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഡയബറ്റീസിലോട്ട് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ചുകൂടെ അധികമായി ശ്രദ്ധിക്കുകയും കൃത്യമായ പരിഹാരങ്ങൾ കാണുകയും വേണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഡയബറ്റിക് ആകുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പ്രീ ഡയബറ്റിസ് സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് കണ്ണിനുള്ള അസുഖം, വൃക്ക രോഗം, ഞരമ്പ് രോഗം, ന്യൂറോപ്പതി, പിന്നെ ഹാർട്ടിനുള്ള അസുഖങ്ങൾ, ഇതെല്ലാം പ്രീ ഡയബറ്റിസ് എന്നുള്ള സ്റ്റേജിൽ തന്നെ അതിൻ്റെ പത്തോജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഈ പ്രീ ഡയബറ്റിസിൻ്റെ പ്രത്യേകത. ഇനി ഇത് ആരിൽ വരുന്നു എന്നുള്ളത് പ്രത്യേകമായും പറയുകയാണെങ്കിൽ അമിതവണ്ണം ഉള്ളവർക്ക് 1, 2 ഫാമിലി ഹിസ്റ്ററി അഥവാ പ്രമേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം ശക്തമായി ഉള്ളവർക്ക്, 3 ഗർഭാവസ്ഥയിൽ അതായത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ഗർഭിണിയായിരിക്കുമ്പോൾ ഷുഗർ അമിതമായി കണ്ടിട്ടുള്ളവർ, 4 മറ്റ് രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ അതായത് ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് മുതലായ മരുന്നുകൾ കഴിക്കുന്നവർ, 5 വ്യായാമം തീരെ ഇല്ലാത്തവർ, പിന്നെ അമിതമായി സ്ട്രെസ് ഉള്ളവർ, ഉറക്കമില്ലാത്തവർ, പ്രോപ്പറായ ഫുഡ് രീതികൾ, ആഹാര രീതികൾ പാലിക്കാത്തവർ, ഇവരിൽ എല്ലാവരിലുമാണ് ഈ പ്രീ ഡയബറ്റിസ് കാണാൻ സാധ്യത ഏറെയുള്ളത്. ഡോക്ടർ ടോണി, മുൻപൊക്കെ ആണെങ്കിൽ പ്രമേഹ രോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പ്രമേഹം വരാൻ ഒരു പ്രായമൊക്കെ കഴിയും, അല്ലെങ്കിൽ പ്രായമായ ആളുകൾക്കാണ് വരിക. ഒരു 50 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞുള്ളവർക്കാണ് പ്രായം, അല്ലെങ്കിൽ പാരമ്പര്യമായ കുടുംബത്തിൽ അങ്ങനെയുള്ളവർക്കൊക്കെ പ്രമേഹത്തെ സംശയിക്കേണ്ടു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പുതിയ കാലത്ത് പ്രമേഹ രോഗികളായ യങ്സ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുന്നതായാണ് കാണുന്നത്. യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പോരാ, 10ഉം 12ഉം വയസ്സുള്ള കുട്ടികളിൽ പോലും ടൈപ്പ് 2 ഡയബറ്റിസ് കണ്ടുവരുന്നുണ്ട്. ഡോക്ടറെ, എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ പ്രായം മുതൽ പ്രമേഹം, അതും ടൈപ്പ് 2 ഡയബറ്റിസ് തന്നെ കണ്ടുവരുന്നതിൻ്റെ കാരണം? ഏതൊക്കെ കുട്ടികളിലാണ് ഇത് വരാൻ സാധ്യതയുള്ളതെന്ന് ചോദിച്ചാൽ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഇത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളാകുമ്പോൾ പലപ്പോഴും നമ്മൾ മാതാപിതാക്കളാണ് ഇവരെ നിയന്ത്രിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് വാങ്ങിച്ചു കൊടുക്കണം. അത് മറ്റുള്ള ഒരു കുട്ടി കഴിക്കുമ്പോഴത്തേക്കും അതേ ഫുഡ് നമ്മളും വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചില കടുംപിടുത്തങ്ങൾ മാതാപിതാക്കളുടെ ഇടയിലുള്ള ചില പ്രോബ്ലംസും കൂടെയാണ് കുട്ടികളിൽ ഇങ്ങനെ ഒബീസിറ്റിയും അതുകൊണ്ട് വരുന്ന ഡയബറ്റീസും ഒക്കെ വരാൻ കാരണമാകുന്നത്. ഇപ്പം നമുക്ക് ജങ്ക് ഫുഡ്സ് കുട്ടികൾ നോക്കുകയാണെങ്കിൽ ജങ്ക് ഫുഡ്സ് കഴിക്കാനാണ് ഏറ്റവും താല്പര്യപ്പെടുന്നത്. നമ്മളെ വീട്ടിലുള്ള ഭക്ഷണം പലരും കഴിക്കാറില്ല. അത് കഴിച്ചാൽ തന്നെ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ ഐറ്റംസ്, ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് കുട്ടികൾ കഴിക്കാറില്ല. എക്സസൈസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു ദിവസം ചിലരൊക്കെ 1-2 മണിക്കൂറൊക്കെയാണ് സ്ക്രീൻ ടൈമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നവരുമുണ്ട്. അതുമൂലം ഇവർ എക്സസൈസ് അല്ലെങ്കിൽ കളി ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നു. ഇവരുടെ ഹെൽത്ത് മോശമാകുന്നു, വണ്ണം കൂടുന്നു. അപ്പോൾ വണ്ണം കൂടുമ്പോൾ വരുന്ന ഒരു കോംപ്ലിക്കേഷൻസിൽ ഒന്നാണ് പ്രമേഹം. അപ്പോൾ പ്രമേഹം മാത്രമല്ല, ഫാറ്റി ലിവർ ഡിസീസ്, രക്താതിസമ്മർദ്ദം, ഹൈ കൊളസ്ട്രോൾ ലെവൽ, ഇതൊക്കെ ഇങ്ങനത്തെ കുട്ടികളിൽ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആയിരിക്കുമ്പോൾ തന്നെ ഇവരെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് പഠിപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഭക്ഷണ രീതി, അതായത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ലിമിറ്റിൽ കഴിക്കുക. നമ്മൾ കഴിക്കുന്ന ചോറ്, ഗോതമ്പ്, അരി ആഹാരങ്ങൾ, ഇതൊക്കെ ലിമിറ്റിൽ കഴിക്കുക.
പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, പയറുവർഗ്ഗങ്ങൾ, മുട്ട, പാല് ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക. അതേപോലെ ജങ്ക് ഫുഡ്സ് മാക്സിമം കുറയ്ക്കുക. പാക്കറ്റ് ഫുഡ്സ്, റിഫൈൻഡ് ഫുഡ്സ് ഇതൊക്കെ മാക്സിമം കുറയ്ക്കുക. അതേപോലെ തന്നെ കുട്ടികളിൽ 1 മണിക്കൂറെങ്കിലും ദിവസവും എക്സസൈസിന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇത്രയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുട്ടികളിലെ ഡയബറ്റീസ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ, ഈ പ്രമേഹ രോഗ ചികിത്സയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? പലപ്പോഴും പ്രമേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ എടുക്കാൻ പോലും മടിക്കുന്ന ആളുകളാണ്. എങ്ങനെയെങ്കിലും മരുന്നുകൾ ഒഴിവാക്കി പ്രമേഹം നിയന്ത്രണത്തിലാക്കാമെന്ന് ചിന്തിക്കുന്നവരാണ്. അത്രത്തോളം മരുന്നുകളെ ഭയമുണ്ട്. ഇൻസുലിനെ അതിനേക്കാൾ ഭയമാണ്. ഡോക്ടറെ, ഇങ്ങനെ മരുന്നുകളെ ഭയക്കേണ്ടതുണ്ടോ? ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും ഞാനും ഒരു ദൈനംദിനമെന്നോളം തന്നെ രോഗികളിൽ നിന്ന് നേരിടുന്നവയാണ്. ഡോക്ടർ, ഈ പ്രമേഹത്തിന് വേണ്ടി തരുന്ന മരുന്നുകൾ തന്നാൽ വൃക്കകൾക്ക് തകരാറാകില്ലേ? അപ്പോൾ അത് ഞാൻ പലരിലും എനിക്കും അതൊരു കൗതുകമായി തോന്നി. എന്തുകൊണ്ടാണ് ഇവരിൽ ഇങ്ങനെ ഒരു ചിന്ത കയറിക്കൂടിയതെന്ന് അറിയാൻ വേണ്ടി ഞാനും പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്: ഡോക്ടർമാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കിഡ്നി പ്രശ്നമുള്ളത് കൊണ്ട് ഈ മരുന്ന് കഴിക്കാൻ പാടില്ല. അപ്പോൾ അവരതെന്ത് ചെയ്യും? അവർ വിചാരിക്കും ഈ മരുന്ന് കൊണ്ട് കിഡ്നി പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കണമല്ലോ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. എന്നാൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ചില മരുന്നുകൾ തീർച്ചയായിട്ടും ഡോക്ടർമാർ ഒരു കിഡ്നിയുടെ പ്രവർത്തനം ഒരു പരിധിക്ക് താഴോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ചില മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാറുണ്ട്. അതിൻ്റെ കാരണം ഈ പല മരുന്നുകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് നമ്മുടെ കിഡ്നികളിലൂടെയും അതുപോലെ നമ്മുടെ കരളിലൂടെയൊക്കെയാണ്. എന്നാൽ ഈ അവയവങ്ങളുടെ പ്രവർത്തനം കുറച്ച് തകരാറിലാവുമ്പോൾ ഈ മരുന്നിനെ വേണ്ട രീതിയിൽ നമ്മളെ ശരീരത്തിന് പുറന്തള്ളാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഈ മരുന്ന് നിമിത്തം ഈ വൃക്കകൾക്കോ കരളിനോ ഹൃദയത്തിനോ ഒന്നും കേടുണ്ടാവുന്നതോ അല്ല, തീർച്ചയായിട്ടുമല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ പ്രമേഹ ചികിത്സയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മാറ്റമെന്നത് നമ്മുടെ പ്രമേഹം വന്ന ഒരാളുടെ മരുന്ന് ചികിത്സ കേവലം ബ്ലഡ് ഗ്ലൂക്കോസിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നതിൽ മാത്രമല്ല, നമ്മൾ ഇതിലേക്കായി തരുന്ന മരുന്നുകൾക്ക് ഈ ഗ്ലൂക്കോസ് നിയന്ത്രണത്തിന് പുറമേ നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നമ്മുടെ കരളിൽ കൊഴുപ്പടിയുന്നത് പോലെയുള്ള സങ്കീർണതകൾ ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും എല്ലാം സഹായകമാകുന്ന മരുന്നുകളാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, 1 size fits all അപ്രോച്ച്. അതായത് ഒരു ചികിത്സ എല്ലാവരിലും നമുക്ക് ആപ്ലിക്കബിൾ ആവുന്ന തരത്തിലല്ല പ്രമേഹ ചികിത്സ എന്ന് പറയുന്നത്. തികച്ചും വ്യക്തി അധിഷ്ഠിതമാണ്. ഓരോ ആൾക്കാർക്കും ഉള്ള പല വ്യത്യസ്ത ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ചില ആൾക്കാർ വണ്ണം കൂടുതലുണ്ടാവും, ചില ആൾക്കാർ മെലിഞ്ഞ പ്രകൃതമാവും, ചില ആൾക്കാരുടെ ഗ്ലൂക്കോസ് വളരെ അധികമാവും. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് അതിന് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ഏതാണ് എന്ന് ഡോക്ടർ നിർണ്ണയിക്കുന്നത്. പ്രമേഹം കണ്ടെത്തുമ്പോൾ തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് 300-ന് മേലുള്ളവർക്കോ HbA1c 10-11% ഉള്ളവർക്കോ അമിതമായി ഭാരം നഷ്ടപ്പെട്ട് തീരെ മെലിഞ്ഞു പോകുന്നവർക്കോ അടിക്കടിയുള്ള ഒരു മൂത്രശങ്ക, അമിതമായിട്ടുള്ള ദാഹം, ഇത്തരത്തിൽ കടുത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കോ ഒക്കെ ഇൻസുലിനാണ് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ. ഇൻസുലിൻ മാത്രമോ അല്ലെങ്കിൽ ഇൻസുലിനോടൊപ്പം ഗുളികകളോ. എന്നാൽ ഇതൊന്നുമില്ലാതെ വളരെ ചെറിയ രീതിയിൽ മാത്രം ഗ്ലൂക്കോസ് ഉയർന്നിരിക്കുകയും കുറച്ച് വണ്ണം കൂടുതലുള്ള ആൾക്കാർക്കുമൊക്കെ നമുക്ക് ഗുളിക കൊടുത്ത് തന്നെ, അതായത് നമ്മുടെ ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്ന പ്രമേഹത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാനും സാധിക്കും. വ്യക്തമാണ്. ഡോക്ടർ നവീൻ, നമുക്ക് സമയം അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക്, പ്രമേഹ രോഗികൾക്ക് നൽകാവുന്ന ഒരു നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്, എത്തരത്തിലാണ് വളരെ പോസിറ്റീവായിട്ട് പ്രമേഹ രോഗത്തെ സമീപിക്കേണ്ടത്? നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സ്ട്രെസ്സ് എങ്ങനെയാണ് ഡയബറ്റീസിനെ ബാധിക്കുക എന്നുള്ളതിൽ അധിഷ്ഠിതമായാണ് നമ്മൾ സംസാരിച്ചത്. പൊതുവെ ആദ്യമായി ഡോക്ടർ ടോണിയും ഡോക്ടർ കാർത്തിക്കും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സമ്മർദ്ദം അഥവാ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പരമാവധി ശ്രമിക്കണം. നമ്മുടേതായ രീതിയിൽ ആവശ്യത്തിന് വ്യായാമം, കൃത്യമായുള്ള ആഹാര നിയന്ത്രണങ്ങൾ, ആവശ്യത്തിന് വ്യായാമം ചെയ്യൽ, കൃത്യമായുള്ള ഉറക്കം, മെഡിറ്റേഷൻ അഥവാ നമ്മുടെ ബ്രീതിങ് എക്സസൈസസ് ഇതെല്ലാം ചെയ്തുകൊണ്ട്, ഇതെല്ലാം ഒരു ദിവസം പോരാ, ആഴ്ചയിൽ 7 ദിവസവും പാലിച്ചുകൊണ്ട് നല്ലൊരു ആരോഗ്യ രീതി നമ്മൾ തന്നെ സ്വയം കണ്ടെത്തിയാൽ തീർച്ചയായും ഇതിനൊരു ഫലവത്താകും. പല എക്സ്പീരിയൻസിൽ നിന്നും പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഈ ഒറ്റമൂലി എടുക്കുന്ന പലർക്കും കിഡ്നി ഡാമേജ് ഉണ്ടാവും. അപ്പോൾ കിഡ്നി ഡാമേജ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻസുലിൻ ഹോർമോൺ നമ്മുടെ കിഡ്നിയിലൂടെയാണ് പുറത്തു പോകുന്നത്. അപ്പോൾ വൃക്ക പ്രവർത്തിക്കാതെ വരുമ്പോൾ ഇൻസുലിൻ ഹോർമോണിൻ്റെ മെറ്റബോളിസം നടന്ന് അത് എക്സ്ക്രീറ്റ് ചെയ്യാതെ വരുമ്പോൾ ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവ് കൂടുകയും ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുന്നതായി കാണുന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കും,
ഓക്കെ ഒറ്റമൂലി എടുത്ത് എൻ്റെ ഡയബറ്റീസ് വളരെ പെട്ടെന്ന് തന്നെ കൺട്രോൾഡായി. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഒറ്റമൂലിയൊക്കെ എടുത്ത് കിഡ്നി പൂർണ്ണമായും ഡാമേജായി തിരിച്ച് നോർമൽ അവസ്ഥയിലോട്ട് എത്താൻ പറ്റാത്ത രീതിയിൽ അവർ വരും. അപ്പോൾ ഇതുപോലുള്ള അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹോം റെമഡീസ്, സയൻറ്റിഫിക് ബേസ് ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റും, അതായത് ഷുഗർ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യുന്നു, അങ്ങനെയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും പോകരുത്. നമുക്ക് സമയം അവസാനിക്കുകയാണ്. ഡോക്ടർ ടോണി, താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അപ്പോൾ ഒരു കൺക്ലൂഡിങ് റിമാർക്സ് എന്ന നിലയിൽ സ്ട്രെസ്സും നമ്മുടെ ശരീരത്തിൽ ഡയബറ്റിസ് ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ കാർത്തികും ഡോക്ടർ നെവിനും പറഞ്ഞതുപോലെ സ്ട്രെസ്സ് റിലീവ് ചെയ്യാനായിട്ട് നമുക്ക് പല മാർഗങ്ങളുണ്ട്. യോഗ, മെഡിറ്റേഷൻ, സമീകൃതാഹാരം, അതുപോലെ വ്യായാമം, ഫാമിലി സോഷ്യൽ സപ്പോർട്ട്, ശരിയായ രീതിയിലുള്ള ഉറക്കം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സമ്മർദ്ദം നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കുവാനും പ്രമേഹം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കുന്നതാണ്. എന്തു വന്നാലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് മാത്രം നമുക്ക് പലപ്പോഴും ഡയബറ്റീസിനെ അല്ലെങ്കിൽ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇതിനായിട്ട് മെഡിസിൻസിൻ്റെ ആവശ്യവും വരാറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മെഡിസിൻസ് സ്വീകരിക്കുക, പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുക. വ്യക്തമാണ് ഡോക്ടർ. വളരെയധികം നന്ദി. വളരെ വിശദമായി എങ്ങനെ ഫലപ്രദമായി പ്രമേഹം നിയന്ത്രിക്കാമെന്നാണ് നമ്മളോട് ഡോക്ടർമാർ സംസാരിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും നന്ദി. പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.